നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-നെ അടിയറവ് പറയിക്കുക, അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങണമെന്നാണ് നേതാക്കന്മാർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പ്രചരണം ശക്തമാക്കുകയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് UDF അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച നേട്ടമുണ്ടാക്കാനായി മിഷൻ 2025 അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട്ടിൽ നടന്ന PCC എക്സിക്യൂട്ടീവ് ക്യാമ്പിലാണ് സതീശൻ തന്റെ പദ്ധതി അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചാരണം നടത്തണമെന്നാണ് സതീശന്റെ നിർദ്ദേശം. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നും സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയാക്കണം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഗൗരവമായി കാണണമെന്ന് ക്യാമ്പിൽ അഭിപ്രായം ഉയർന്നു. CPM വിരുദ്ധ വോട്ടുകൾ മലബാറിൽ കോൺഗ്രസിന് കിട്ടി. എന്നാൽ തെക്കൻ കേരളത്തിൽ BJP-യിലേക്കാണ് ആ വോട്ടുകൾ പോയത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സിനിമാ താരം എന്ന പ്രതിച്ഛായ സഹായിച്ചുവെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ BJP-യുടെ ചിട്ടയായ പ്രവർത്തനം തൃശൂരിലെ വിജയത്തിന് കാരണമായെന്ന് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞ K മുരളീധരൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ല. അതേസമയം വയനാട്ടിലെ ക്യാമ്പിൽ ഉണ്ടാവില്ലെന്ന് താൻ നേരത്തെ അറിയിച്ചതാണെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല എന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത് നേതൃത്വത്തിന് അറിയുന്നതുകൊണ്ടാണ് വയനാട്ടിൽ യോഗം ചേർന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. പാർട്ടി എടുക്കുന്ന തീരുമാനം നടപ്പാക്കാൻ കൂടെ ഉണ്ടാകും. ഈ ക്യാമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ ശക്തിയില്ലാത്ത സമയമാണ്. എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന് അറിയിച്ചാൽ അങ്ങനെ ചെയ്യാമെന്നും മുരളീധരൻ പറഞ്ഞു. താമര ചിഹ്നത്തോടുള്ള കേരളത്തിന്റെ അലർജി മാറിയെന്നും തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും BJP-ക്ക് വോട്ട് ചെയ്തുവെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ UDF-ന്റെ ഭാഗത്തെ തെറ്റുകളും പിഴവുകളും എല്ലാം തിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കൂട്ടായ തീരുമാനം. ഇതിനിടയിൽ തന്നെ പാർട്ടിക്ക് അകത്ത് ഉൾപാർട്ടി പോരൊക്കെ നടക്കുന്നുണ്ട്. വിഭാഗീയതയും ശക്തമാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിയും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം CPM-നെ തറപറ്റിക്കാൻ വേണ്ടി ശക്തമായ പ്രചരണം വേണം. CPM-ന്റെ ശക്തി അടിത്തറ ശക്തമാണ് എന്നതാണ്. എന്നാൽ UDF-നെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് താഴെ തട്ടിൽ അടിത്തറ അത്ര ശക്തമല്ല. അതുകൊണ്ട് തന്നെ അടിത്തറ ശക്തമാക്കിയിട്ട് മറ്റ് കാര്യപരിപാടികളിലേക്ക് കടക്കാം എന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ യുവാക്കളെല്ലാം ശക്തമായ പ്രചരണം നടത്തണമെന്നാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. പിണറായി വിജയൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസും UDF-ഉം ഇപ്പോൾ ശക്തരാണ് എന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവർക്ക് ശക്തി കൂടിയെന്നും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് നേരെയുള്ള ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കണമെന്നും പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം പിണറായി കൂട്ടത്തിന് പ്രതിപക്ഷത്തോട് ഭയം വന്നു തുടങ്ങി എന്നത് തന്നെയാണ്. ഈ ഭയം മുതലെടുക്കാനാണ് ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം. ശക്തമായ രീതിയിൽ CPM-നെ അടിച്ചിരുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിന്റെ തുടക്കമായിരുന്നു നിയമസഭയിൽ കേരളം കണ്ടുകൊണ്ടിരുന്നത്. ഭരണപക്ഷത്തെ എടുത്തിട്ട് കറക്കുകയായിരുന്നു പ്രതിപക്ഷം. എന്തായാലും VD സതീശൻ ഇപ്പോൾ ശക്തമായി തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-നെ അടപടലം അടിച്ചൊതുക്കുമെന്നാണ് പറയുന്നത്.